ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു മണി കഴിഞ്ഞ് ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ദൈവം രാവിലെ പോലും ഒരു അമ്മയും ആയിട്ട് ഞാൻ ഉടക്കി മാരേജ് ബ്യൂറോയിൽ. എന്താണെന്നറിയാമോ, ഇവർ കല്യാണാലോചന തന്നെൻ്റെ അടുത്ത്. കല്യാണാലോചന തന്നിട്ട് പിന്നെ ഇവർക്ക് യൂറോപ്പിലുള്ള പയ്യന്മാർ മതി. ഇവരുടെ മകൾക്ക് ഇന്ത്യയിലാണ് ജോലി. യൂറോപ്പിലുള്ള പയ്യന്മാരുടെ കൂടെ യൂറോപ്പിൽ കെട്ടിപ്പോണം കല്യാണം. അവിടെ പെർമനൻ്റായിട്ടുള്ളവർ കൂടെ, അങ്ങനത്തെ പയ്യന്മാരില്ല. യൂറോപ്പിലുള്ളവർ യൂറോപ്പിൽ തന്നെയുള്ളവരാണ് കിട്ടുന്നത്. അത് പറഞ്ഞവർക്ക് മനസ്സിലാകത്തില്ല. കുറേ കല്യാണങ്ങൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവർ റീഫണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു റീഫണ്ട് തരാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും കല്യാണങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ പിന്നെ റീഫണ്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെയാണ് ഇത്ര വർക്ക് ചെയ്തത്. അത് തുച്ഛമായൊരു കാശാണ് വന്നത്. എനിക്ക് അതുകൊണ്ട് എൻ്റെ സ്റ്റാഫിന് എൻ്റെ സാലറി കൊടുക്കണം, എനിക്ക് ജീവിക്കേണ്ടേ, അതിന് വേണ്ടിയില്ലേ. ഞാനെന്താ കവലയിൽ നിൽക്കുന്ന ബ്രോക്കറാണ്, നിങ്ങൾക്ക് നാളെ ഇങ്ങനെ ചോദിക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഈ കൊച്ചിന് ഞാൻ ദുബായിലൊക്കെയുള്ള കൊച്ചിൻ്റെ നമ്പരും അമ്മയുടെ നമ്പരും രണ്ടുപേരുടെ നമ്പരും എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കൊച്ചിന് ദുബായിലുള്ള നല്ല പയ്യന്മാർ, ഇവർക്ക് എപ്പോൾ അയച്ചു കൊടുത്താലും ഇവർ നോക്കത്തില്ല. അപ്പോൾ ദുബായിൽ ജോലിയുടെ നല്ല പയ്യന്മാരുടെ ആലോചന. കൊച്ചു നല്ല മിടുക്കി കൊച്ചാണ്, ഞാൻ ഇട്ട് കൊടുത്തോണ്ടിരുന്നു. അതിലൊരെണ്ണം ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ട് ഈ കൊച്ചിന് അമ്മയ്ക്ക് അയച്ചു കൊടുത്തി. കൊച്ച് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഉടനെ അവർ എന്നെ വിളിച്ച്, നിങ്ങൾക്ക് എന്ത് കാര്യം എൻ്റെ മകൾക്ക് പിന്നെ ദുബായിൽ ജോലിയുടെ ചെറുക്കൻ്റെ അയച്ചു കൊടുത്തത്, പിന്നെ അവളും കൂടെ പിന്നെ എന്താണ് ശരിയാകത്തില്ല, ഞങ്ങൾക്ക് ദുബായിലുള്ള ചെറുക്കന്മാരത്ത് എല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങളോട് പറയാം, നിങ്ങളൊരു കാരണവശാലും യൂറോപ്പിലല്ലാതെ ഒരു കല്യാണക്കാര്യവും എൻ്റെ മോൾക്ക് അയച്ചു കൊടുക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിന് 34 വയസ്സുണ്ടെന്ന് ആലോചിച്ചോണം. ഞാൻ പറഞ്ഞ് അപ്പോൾ ഈ യൂറോപ്പ് നോക്കി ഇന്ന് കൊച്ചിന് 34 വയസ്സ്, ഇനി ആ കൊച്ചിന് 2ാം കെട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കൊച്ചിന് ഈ ചെറുക്കൻ്റെ അമ്മയാണെങ്കിൽ നക്ഷത്രം നോക്കി 37 വയസ്സായി, കല്യാണം നടക്കുന്നില്ല. അപ്പോൾ സെറ്റായിരിക്കും, എൻജിനീയർമാരാണ് രണ്ടുപേരും. അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം ഇതിനകത്ത് പറയാതിരുന്നാൽ ശരിയാത്തിരുന്ന് എനിക്ക് തോന്നി. ഉടനെ തന്നെ അവർ എന്നെ വിളിച്ച് കുറേ രാവിലെ, എൻ്റെ സ്റ്റാഫായിരിക്കുന്നത്, സ്റ്റാഫ് കുറേ കേട്ട് എന്താ പറയുന്നറിയാം, നിങ്ങൾക്ക് എന്ത് കാര്യം എൻ്റെ മകൾക്ക് ഫോട്ടോ വെച്ചെടുക്കാൻ, എൻ്റെ മകളല്ലേ കല്യാണം കഴിക്കേണ്ടത്, നിങ്ങളൊന്ന് ചിന്തിച്ചു, മകളാണ് കല്യാണം കഴിച്ച് തീരുമാനം എടുക്കുന്നത്. നമ്മൾ കാരണവന്മാർ കല്യാണം കഴിച്ച് തീരുമാനം എടുക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് എപ്പോൾ അയച്ചാലും ഇവരെങ്ങനെയെന്നറിയാമോ, ഇവർ ഈ എന്താണ് നെറ്റ് ഓഫാക്കി ഇട്ടിരിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടണ്ടേ. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ കുട്ടി പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞ്, ആൻറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട്, അമ്മയ്ക്ക് യൂറോപ്യൻ കൺട്രീസിലുള്ള ആനിമോളാണ് വിളിച്ചത്, എടുക്കും യൂറോപ്യൻ കൺട്രീസിലുള്ള ആലോചനയാണ് വേണ്ടത്, പിന്നെ അമ്മ അത് തന്നെ മതി, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട ആൻറ്റി, നല്ലത് രണ്ടുപേർക്കും ജോലി കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ് അവിടെ തന്നെ ജോലി കിട്ടും, നീ ഇവിടെ ഇത്ത ജോലി കളഞ്ഞിട്ട് നിനക്ക് ഇവിടെ ലീവ് എടുത്തിട്ട് പോരും, അവിടെ ജോലി കിട്ടിയിട്ട് ഇവിടെ ഒന്ന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 1 മാസത്തേക്ക് വന്നാൽ നിന്നാലും മതി പറഞ്ഞ് പയ്യൻ എല്ലാം സെറ്റാക്കിയിരിക്കുക. അപ്പം ഇവർ തമ്മിലെല്ലാം പറഞ്ഞ് സംതിങ് എല്ലാം ഓക്കെ ആക്കി. ജമ്മം ചെയ്ത് ഈ അമ്മ സമ്മതിക്കത്തില്ല. 34 വയസ്സുണ്ടേ, ആ പയ്യന് 37 വയസ്സുണ്ടേ, അവൻ നല്ലൊരു കമ്പനിയിൽ എൻജിനീയറാണ്, എൻ്റെ മകളെ യൂറോപ്പിൽ ജോലിയുള്ള ആൾക്ക് കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. നിന്ന് നരച്ച് പോയാലും മൂത്ത് പോയാലും പ്രശ്നമില്ല, കെട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. മകൾ പറഞ്ഞ് എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ കല്യാണം കഴിക്കുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ മകള് അവനെ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനവർക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ, ആൻറ്റി അവന് ജോലിയുണ്ട്, വിദ്യാഭ്യാസം എംടെക്, അവൻ ബിടെക് കഴിഞ്ഞ് എംടെക് എടുത്ത് വേറെ എന്തോ ഒക്കെ പഠിച്ചിട്ടുണ്ട് കൊച്ചൻ. അപ്പോൾ നല്ല ജോലി വിദ്യാഭ്യാസമുണ്ട്, പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആൻറ്റി. ഞാൻ എന്ത് ചെയ്യാൻ ആൻറ്റി, എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കുക. വിദ്യാഭ്യാസം ഇല്ലാത്ത കൊള്ളാത്ത ഒരാളെയൊന്നും അല്ലല്ലോ പുള്ളിക്കാർ സെലക്ട് ചെയ്തത്. അവർക്ക് അനുയോജ്യമായത് പൊക്കവും കളറും സാമ്പത്തിക സ്ഥിതിയും കുടുംബ പശ്ചാത്തലവും എല്ലാം നല്ലതാണ്. പക്ഷെ ഒരൊറ്റ കുറവേ ഉള്ളൂ, അവന് യൂറോപ്യൻ കൺട്രീസ് ജോലിയില്ലെന്ന് മാത്രം. ഈ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവരെല്ലാം മുമ്പ് പോയവരൊക്കെ നല്ല നിലയിൽ ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരിക്കുക. ഇന്ന് കൂടുതലും ഓരോ പിന്നെ എന്താണ് പറയുന്നത്, ഈ വയസ്സന്മാരെയൊക്കെ നിർത്തിയിരിക്കുന്ന നോക്കുന്ന പോലത്തെ ജോലിയും അല്ലാതെ വേറെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും പിന്നെ പെട്രോൾ പമ്പിലും അങ്ങനത്തെയൊക്കെ ക്ലീനിങ് ജോലിയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഇതിൽ തന്നെ യൂറോപ്പ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. എൻ്റെ പല്ലിൽ മുന്തിരി ഞാൻ കഴിച്ചതിരിക്കുന്നു. നിങ്ങളതുകൊണ്ട് യൂറോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വെപ്രാളം പിടിക്കണ്ട. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ആ കൊച്ചു ആ പയ്യനോട് നമ്പർ ചോദിച്ചു, ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചക്കരകളെ, ഒരു കഷ്ടകാലത്തിന്. അപ്പോൾ നമ്പർ എന്തിനു കൊടുത്തു, നിങ്ങൾ എന്തിനു കൊടുത്തു, ഇങ്ങനെയെന്ന് പറഞ്ഞ് എന്നെ കുറേ പറഞ്ഞ് ഞാൻ ചെയ്തത് തെറ്റായി പോയാന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ ഓർക്കണം, 37-34 വയസ്സുള്ള 2 വ്യക്തികളാണ്. അവർ കല്യാണം ഈ അമ്മയെ നിങ്ങളുടെ മറുപടി കേട്ടിട്ട് അമ്മയുടെ മനസ്സൊന്ന് മാറട്ടെ. അവർ തലയെ വിധിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ
നമ്മൾ ഒരു അരിമണിക്കും പറയത്തില്ല ഒരു തരുടെ പേര്. നമ്മൾ ചിലപ്പോൾ അവിചാരിതമായി നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് കയറുമ്പോൾ നമ്മുടെ ചോറുണ്ടെന്ന് കണ്ടിട്ടില്ല അവർ. കാരണം എനിക്ക് തോന്നുന്നു ആ അരിമണിയിൽ പൂർവേര് പറഞ്ഞ പോലെ അവരുടെ പേരുണ്ട്. നമ്മൾ ചിലപ്പോൾ ഈ വസ്ത്രമൊക്കെ പോയി മേടിക്കുന്നതായിട്ടില്ല, നമ്മൾ അനേകം വസ്ത്രം എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്നായിരിക്കും എടുക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം നമുക്ക് വിധിച്ചിരിക്കുന്ന സാധനം നമ്മൾ നോക്കിക്കൊണ്ട് വരുന്നത്, മനസ്സിലായി? ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവളുടെ ഹസ്ബൻഡായിരിക്കും ഭാവിയിൽ ഇവൻ. അവർ കല്യാണം കഴിക്കുന്ന ഒറ്റ നിലപാടിൽ നിൽക്കുവാണ്. അങ്ങനെ എൻ്റെ മാരേജ് ബ്യൂറോയിൽ ഒരു ഇങ്ങനെ ഈ കല്യാണത്തിന് എന്താ പറയുക, ലവ് മാരേജ്. അവരിപ്പോൾ നല്ല ലവിലാണ്. എന്നോട് ആ കുട്ടിയുടെ അമ്മ ക്ഷമിക്കണം. എല്ലാവരും അമ്മേനൊന്ന് സമാധാനിപ്പിക്കാനുള്ള കമൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അയ്യോ എന്നെ ഇനി ഒന്നുമില്ല പറയാൻ. നിങ്ങൾക്ക് കൊണ്ടല്ലോ പെൺമക്കൾ, നിങ്ങളോട് ഞാൻ എൻ്റെ മോള് പ്രേമിച്ചിട്ട് ഞാൻ പൂർണ്ണ സമ്മതം കൊടുത്തു. മുമ്പത്തെ ഒരു രീതിയല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല പ്രാധാന്യം കൊടുക്കുന്നത്. മക്കളെ മുമ്പ് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ലൈൻ അടിച്ചാലൊന്നും സമ്മതിക്കത്തില്ല, പിടിവാശി, കാർന്നമാരുടെ പിടിവാശി. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ പിന്നെ വേറൊരമ്മേ കല്യാണം എല്ലാം സെറ്റായി വന്നപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലവർ അന്വേഷിച്ചപ്പോൾ സ്വത്തില്ല, ചെറുക്കന് സ്വത്തില്ല, വിദ്യാഭ്യാസം കൊണ്ട് ജോലി ഉണ്ടെന്നിട്ട് കാര്യമില്ല, കുടുംബപരമായി സ്വത്തില്ലാത്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദൈവം അവർ നിഷ്കരണോ കല്യാണം വേണ്ടെന്ന് വെച്ച്. ആ പെണ്ണും ചെറുക്കനും ആശിച്ചിട്ട് പെണ്ണിന് പേടി അവരുടെ വീട്ടുകാരെ ധിക്കരിക്കാനായിട്ട്. ചെറുക്കനും പെണ്ണും ഒരുപാട് മാനസികമായ ഒരു ഇത് ഫോൺ ചെയ്ത് അങ്ങോട്ടിട്ട് അവരുടെ ജീവിത പങ്കാളികളാന്നുള്ള രീതിയിലേക്ക് മൈൻഡ് സെറ്റായി വന്നപ്പോൾ അവരന്വേഷിച്ചപ്പോൾ കുടുംബത്ത് സ്വത്തില്ലാത്തവരാണ്, ഒരു ചെറിയ വീട് മാത്രമുള്ള സിംഗുമ്മ, അങ്ങനെ നടക്കത്തില്ല, അത് ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന വീടാണ്. ഇത് എന്തൊരു ദുഷ്ടത്തരമാണെന്ന് ഞാൻ പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസം, ഒരു പയ്യൻ്റെ പണവും സമ്പത്തും നോക്കി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. എനിക്ക് അതിനോട് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമില്ല. നമുക്ക് അത്യാവശ്യം കയറി കിടക്കാനൊരു വീടുണ്ടാകുന്ന നോക്കാം, അത് സ്വന്തമാണെന്ന് മാത്രം നോക്കണം. സ്വാഭാവികമായിട്ട് അത് വേണേൽ നമുക്ക് നോക്കാം. ഇത്ര സമ്പന്നതയുള്ള വീടാണ്, നമ്മൾ നല്ല വലിയ ആൾക്കാരൊക്കെയാണ് എല്ലാം ഉണ്ടെങ്കിൽ നോക്കാം. ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ഒരു ചെറിയ വീടാണോ നടക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടല്ലോ അവർക്ക്. ഒരു കുടുംബപരമായി സ്വത്തില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം വേണ്ടെന്ന് വെച്ച്. അയ്യോ ആ വീട്ടുകാർക്ക് എന്തിനും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞു, പുള്ളിക്കാർ പറഞ്ഞു, എനിക്ക് ഒരുപാട് സാമ്പത്തികമുള്ള വീട്ടിലെ കല്യാണം ഇനി നോക്കണ്ട സിംഗുമ, അവസാനം വന്നിട്ട് ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ഭയങ്കര മാരേജ് ബ്യൂറോയിലത്ത്. ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവർ ഒരു കൂട്ടറ ചീത്തവിളി, ഒരു കൂട്ടറ സ്നേഹത്തോടെയുള്ള സംസാരം. അങ്ങനെ ഇത് ഇച്ചിരി വെല്ലുവിളിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. തങ്കം, എനിക്കെല്ലാം ഇതിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വരും ചിലർ. കഴിഞ്ഞ ദിവസം ഒരു കിളവനെ, ഒരു പ്രായമുള്ളൊരു കാർന്നവർ എന്നെ കയറി, മകന് 38 വയസ്സുള്ള കിളവൻ കിടന്നു എടീന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ കൂട്ടത്ത് നല്ല പണി. കൊടുങ്ങല്ലൂർ ഭരണി ഒക്കെ എനിക്കും അറിയാം, ഭരണിപ്പാട്ടൊക്കെ. ഞാൻ അതെടുത്ത് ഇടുമെന്ന് പറഞ്ഞ്. അപ്പോൾ 100 പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഒരു കല്യാണം കഴിച്ച് 38-40 വയസ്സുള്ള വീട്ടിൽ കല്യാണം, 40 വയസ്സ് കണ്ടുണ്ട്, 39 വയസ്സ്. അപ്പോൾ ആ വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന പെണ്ണ് പോയി. എന്നിട്ട് രണ്ടാം കല്യാണമാണ്. രണ്ടാം കല്യാണത്തിന് കൊടുക്കുന്ന പെണ്ണിനെയൊക്കെ കളയുവാണ്. ആ പയ്യനെ കാണാൻ ഒരു ഭംഗിയില്ലാത്തൊരു പയ്യൻ. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നീ അമ്മായിച്ചൻ്റെ അമ്മായിയമ്മയുടെ പ്രശ്നം കണ്ട ആ പെൺകൊച്ച് ജീവനം കൊണ്ട് ഓടി UK ജോലിയുള്ള നല്ലെന്നോന്നരം ചെറുക്കൻ. അയ്യോ ഇതൊക്കെ ഇതിനകത്ത് വന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. എങ്കിലും മനുഷ്യരെ, നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ മനസ്സിനൊരു മാറ്റം വരണം. നമ്മുടെ മക്കൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ. ഒരു പെണ്ണിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. സമമായി എന്താ പറയുക, എല്ലാവരുടെയും രണ്ടുപേരുടെയും സമസമമായിട്ടുള്ള ഒരു യോജിപ്പ് വരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ അപൂർവമേ ഉള്ളൂ. അപ്പം തുല്യതയുള്ളവർ അപൂർവമേ ഉള്ളൂ. അങ്ങനെ വന്ന് ശരിയായി കഴിയുമ്പോൾ എതിർക്കരുത്. നിങ്ങൾ എങ്ങനെയും കല്യാണം നടക്കട്ടെ എന്ന് വിചാരിക്കുക. എത്ര പേരെ ഇവിടെ ക്യൂ നിൽക്കുന്നറിയാവാ. നമ്മുടെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. എന്താ, പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാകുന്നില്ല. നിങ്ങളെന്ത് ഈ സത്യമൊന്നും മനസ്സിലാക്കാത്തത്? നിങ്ങളിങ്ങനെ വിലവേശല്ലേ, എത്ര തന്നാലും ഇട്ടിട്ട് വിലവേശല. ഇത് പറ്റത്തില്ല, അതെടുക്കത്തില്ല, ഇതെടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് വിഷമം തോന്നുന്നു ചക്കരകളെ. ഇതൊക്കെ ഇന്നത്തെ രാവിലത്തെ പ്രശ്നങ്ങളായിരുന്നു മാരേജ് ബ്യൂറോയിൽ. ഞാൻ 12 മണിയാകുമ്പോൾ അതിന് മടക്കടീന് മടക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം. കാരണം വായിട്ടലിച്ച് മതിയായി. എന്നിട്ട് ഞാൻ വായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വായിട്ടലയ്ക്കലാണ് ഈ പരിപാടിക്ക്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കല്യാണം നടന്നില്ല, അവർക്ക് വേറെ സ്ഥലത്ത് എവിടെയും, നമ്മുടെ അടുത്ത് കല്യാണം നടന്നില്ല, വേറെ സ്ഥലത്ത് എവിടെയും റെഡി. അപ്പോൾ പറയാം പൈസ ഇങ്ങനെ തിരിച്ചു തരുന്നു. അത് പറയുന്നത് ശരിയാണ്. ഇനി അങ്ങനെയുള്ള പരിപാടി ഞാൻ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്യത്തില്ല. ഇതിൻ്റെ കഷ്ടപ്പാട് അത്ര അസാധ്യമാണ്. എൻ്റെ സ്റ്റാഫിനോട് മാരേജ് ബ്യൂറോയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നീങ്ങിയെന്ന് പറ, സൗണ്ട് കേൾക്കട്ടെ.
ഇപ്പൊ നീ പറഞ്ഞോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്താണ് മാരേജ് ബ്യൂറോ നടക്കുന്നതെന്ന് ഇപ്പൊ പറഞ്ഞു പറ. എന്താന്ന് വെച്ചാലേ ഇപ്പം പെൺപിള്ളേരുടെ ഒക്കെ മൈൻഡ് എങ്ങനെയാന്ന് അറിയാമോ, പുറത്ത് സെറ്റിൽ ആയിട്ടുള്ളവരെ മതി, അപ്പൊ അവർക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ അവിടെയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ താമസിക്കാമല്ലോ. പക്ഷെ ആൺപിള്ളേർ അങ്ങനെ ചിന്തിക്കുന്നില്ല, അവർക്ക് എവിടെയായാലും നല്ലൊരു പെണ്ണായാൽ മതി, നന്നായിട്ട് നല്ലൊരു പെണ്ണ് അത്ര. അതെ, ആൺകുട്ടികൾക്കെല്ലാം എവിടെയാണെങ്കിലും നല്ലൊരു പെണ്ണ് അവന്റെ ഭാര്യയായിട്ട് നല്ലൊരു പെണ്ണ് വന്ന് ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് അനാവശ്യമായ ഡിമാൻഡുകൾ. ഇപ്പം എന്തുകൊണ്ട് ഇപ്പൊ പെണ്ണ് പുറത്താന്ന് വെച്ചോ, ആണിനെ കൊണ്ടുപോകാമല്ലോ അവന് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഇവിടെ MBA-ക്കാര് വരെ ചെറുക്കന്മാരുണ്ട്, പക്ഷെ പെമ്പിളാര് വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് റിജക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാനാണ്? എല്ലാവർക്കും പുറത്തുള്ള ചെറുക്കനെ മതിയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് പുറത്തുള്ള മതി, പുറത്തുള്ള. ഇപ്പൊ ഞാൻ ഒരെണ്ണം പറഞ്ഞു, മറ്റേ കാര്യം ഞാനിപ്പോ പറഞ്ഞിടാത്ത. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെ ഇപ്പം ഗൾഫിലുള്ള ചെറുക്കനെ കാണിച്ചിട്ട് അവർ സെറ്റായി കഴിഞ്ഞിട്ട് പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പോകുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം മാത്രമാണ് ഇതിനകത്ത് റീസൺ എന്ന് പറയണക്ക് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു കൊടുക്കുക. പിന്നത്തെ ഒരു കാര്യം, എല്ലാവർക്കും യൂറോപ്യൻ കൺട്രീസിൽ തന്നെയുള്ള ചെറുക്കനെന്ന് പറഞ്ഞാൽ അത് നടപടിയാകുന്ന കാര്യമേ അല്ല കേട്ടാ. കുറച്ചൊക്കെ പിന്നെ നമ്മള് റീഫണ്ട് ചോദിക്കുന്നില്ലേ, ഏത് ബ്യൂറോയിലാണ് റീഫണ്ട് ചോദിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പ് ഇരുന്നിടത്ത് ചോദിച്ചിട്ടില്ല. ഒന്ന് മാരേജ് ബ്യൂറോയിൽ നിന്ന് പരിചയമുള്ള നല്ല എക്സ്പെർട്ടായ ഒരു കുട്ടിയെ ഞാനിപ്പോ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ റീഫണ്ട് ചോദിക്കുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഇപ്പൊ നമ്മള് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് അമ്മയ്ക്ക് ആദ്യം പറ്റിയ അബദ്ധം, ഒരു സ്ഥലത്തും റീഫണ്ട് കൊടുക്കുന്നില്ല. ഒന്നത്. രണ്ടാമത്തതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റീഫണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു 3 മാസത്തിൽ ഒരു മാച്ച് പോലും വായിക്കാത്തതിൽ റീഫണ്ട് ചോദിക്കാനോ ഒരിതുണ്ട്. ഇത് ഒരുപാട് മാച്ച് നമ്മൾ കൊടുത്തിട്ടു, ഇപ്പൊ 2 എണ്ണമെങ്കിലും ഒരു വട്ടം ഒരു ആലോചന പോലും കൊടുത്തില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഈ നമ്മൾ ആലോചന കൊടുത്തവർക്ക് ഒരെണ്ണമെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ളവർക്ക് തിരിച്ച് റീഫണ്ട് ചോദിക്കണ ഒരു അവകാശവും ഇല്ല. ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, റീഫണ്ട് ചോദിക്കുന്നതിന്റെ ഒരു ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പിന്നെ റിജക്ട് ചെയ്യുമല്ലേ. നിങ്ങൾ റിജക്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും റിജക്ട് ചെയ്തോണ്ടിരിക്കുമല്ലേ, നമ്മൾ തരാഞ്ഞിട്ടല്ലോ. വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും കല്യാണം ആയെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. എന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്ന പൈസ തിരികെ തരുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നു. ഞാനപ്പോൾ എത്ര ദിവസം പണിയെടുത്തത് വെറുതെ ആയില്ലേ? ഇങ്ങനെ എല്ലാരും പറഞ്ഞാൽ എന്റെ പ്രസ്ഥാനം പൂട്ടിപ്പോത്തില്ലേ? അത് ചിന്തിച്ചു നോക്കും. ഞാൻ ഒരാൾക്ക് സാലറി കൊടുത്ത് നല്ല എക്സ്പെർട്ടായിട്ട് കൂടി 2 പേരെ മുൻപിരുത്തി 2 പേര് ഇത് കുളമാക്കി കളഞ്ഞാൽ. ഇപ്പം ഇരിക്കുന്ന ആളെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇവള് മാച്ച് നോക്കി വെച്ചേക്കും. വൈകുന്നേരം വന്ന് ഞാനാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. നല്ല കുട്ടിയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് കണ്ട് പരിചയപ്പെട്ട് വന്നതാണ്. അങ്ങനെ എനിക്ക് എന്തായാലും ഉതകിയത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ആലോചന വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇപ്പൊ 2024 രജിസ്റ്റർ ചെയ്തവരില്ലേ, അവർക്ക് നമ്മളിപ്പോ ഒരു 30 വയസ്സ് ഉണ്ടെങ്കിൽ ഇന്ന് 1 വർഷം കൂടി 31 വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 30, 31, 32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. ആണിനും പെണ്ണിനും കിട്ടാൻ പാടാ. പിന്നെ സെക്കൻഡ് മാരേജ് ആണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കുട്ടികളുള്ളവർ ഒക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും. പിന്നെ നിവർത്തിയില്ലാതെ നിങ്ങൾക്ക് കെട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാൻ നോക്കുക. എന്തായാലും നമുക്കൊരു കല്യാണം വേണ്ടി വരും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കൾ കണിച്ചക്കാരാകാതെ ഇച്ചിരി അയഞ്ഞ് നിൽക്കുക. അതേ നടക്കും. നമുക്ക് നമ്മുടെ തറവാടികളായിരിക്കണം, നമ്മുടെ പോലത്തെ തറവാട്ടിൽ നിന്ന് കിട്ടണം. എല്ലാം ഒത്തൊന്നും കിട്ടത്തില്ല. ഞാൻ ഇപ്പം ഇത്രയും കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കണം. എന്തെങ്കിലും കുറവ് കാണും. അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സന്മനസ്സില്ലെങ്കിൽ കല്യാണം ഒന്നും നടക്കത്തില്ല കേട്ടോ ചക്കരകളെ. ഇതൊക്കെ പറയാനുള്ളൂ. എനിക്കൊരു കല്യാണം നടക്കുന്നതാണ് സന്തോഷം. ഞാൻ അതിന് മുന്നിലാണ് എല്ലാത്തിൻ്റെയും കൂടെ. അല്ലാതെ കല്യാണം നടത്താതിരിക്കാൻ അല്ലെ ആലോചന തരാതിരിക്കാനോ ഒന്നും ശ്രമിക്കത്തില്ല. മാക്സിമം ശ്രമിക്കുവാണ് കേട്ടോ. പിന്നെ ചിലർ ആണുങ്ങളുടേത് 55 വയസ്സുള്ള ഒരാളാണ്, അയാൾക്ക് 55 വയസ്സുള്ളവരുണ്ട്, 52 വയസ്സുള്ള ആളുണ്ട്, അങ്ങനെ പല 50 വയസ്സുള്ളവരുണ്ട്. ആ കാറ്റഗറിയിലൊക്കെ ഉള്ളവർ ചോദിക്കുന്ന തരം 38 വയസ്സ് 40 വയസ്സിൽ താഴെയുള്ള പെണ്ണിനെ അവർ കിട്ടത്തുള്ളൂ. എന്തൊരു വെള്ളരിക്കാൻ പറ്റണം. 10 വയസ്സ് അവരേലി 10-12 വയസ്സിന് താഴെയുള്ളവരെ മതിയെന്ന്. അത് നടക്കുന്ന കാര്യമല്ല. നമ്മളെക്കാൾ ഒരു 5 വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാം. അതല്ലാതെ പെണ്ണുങ്ങൾ എപ്പോഴും ഇച്ചിരി ഏജിലുള്ളവരെ കല്യാണം കഴിക്കാൻ അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ ആണുങ്ങൾക്കുണ്ടല്ലോ ഏറ്റവും ചെറുതിലേക്ക് പോകും. പറ്റാഞ്ഞിട്ടല്ല ഒരു 18 വയസ്സ് പറഞ്ഞേനെ. ആ പരിപാടിയായിട്ട് വരരുത്. പക്ഷെ ചിലര് ഇപ്പൊ എനിക്ക് തോന്നി എന്നോട് പോലെ സംസാരിക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ല എടി പൊടി എന്നൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. എടി പൊടി എന്നൊക്കെ വിളിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല വർത്താനം ഞാൻ പറയും. അതൊന്നും പിന്നെ അതിന്റെ എടി പൊടി എന്നൊന്നും ആരെ വിളിക്കാൻ ആർക്കും അവകാശമില്ല കേട്ടോ. റിക്വയർമെന്റ്സ്
അതൊക്കെ നമുക്ക് നിയമ നടപടിക്കൊക്കെ പോകും. അങ്ങനെയൊക്കെ വന്നാൽ അങ്ങനെയൊന്നും ആരെയും വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ആലോചിക്കേ വേണ്ട. ആലോചിച്ചാൽ ഡീസൻ്റായിട്ട് ഞാൻ ആലോചിച്ച് തരും, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വന്ന ഉടനെ കല്യാണം കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവർ ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യണത്. പലരും പറയുന്നുണ്ടോ ഇത് വേറെ മാട്രിമോണിയിൽ, പക്ഷെ ഇങ്ങനല്ല, വേറെ മാട്രിമോണിയിൽ അങ്ങനെ ഇഷ്ടംപോലെ തരുന്നുണ്ട്. എന്നിട്ട് എന്താ കല്യാണം നടക്കാത്തത്? ഇപ്പം എനിക്ക് എത്ര സെക്കൻഡ് മാരേജ് ഒരുപാട്, ഒരു 10-15 കല്യാണത്തിൽ കൂടുതൽ സെറ്റായി ഇപ്പം. പിന്നെ എനിക്ക് ഫസ്റ്റ് മാരേജ് ചിങ്ങമാസം മുതൽ ഫസ്റ്റ് മാരേജ് എല്ലാം ലോങ്ങിലുള്ളവരെല്ലാം, ഇത് വിദേശത്തുള്ളവരാണ്, എല്ലാം സെറ്റായിരിക്കുകയാണ്. ഇപ്പം അടുക്കടുക്കായിട്ട് കല്യാണം വരുന്നതൊക്കെ കാണിച്ചു തരാം. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക, ഇനി കല്യാണം വരികയാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ ചിലരുന്ന് എൻഗേജ്മെൻറ്റ് ഫോട്ടോ ഇതിനകത്ത് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇട്ടേനെ. അവരുടെ ഒരു പ്രൈവസി, കല്യാണം ആയിട്ട് ആ കല്യാണത്തിൻ്റെ അന്ന് ഇട്ടോ സിംഗുമ, അല്ലാതെ ഇടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ അത് ഒക്കെ ഇതിനകത്ത് ഇട്ടേനെ. ഞാൻ വരും ആ ദിവസത്തിനെ കാത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഇന്ന് ഇതൊക്കെയാണ് ചർച്ചാ വിഷയം. നിങ്ങളൊന്ന് നേരത്തെ പറഞ്ഞ കാര്യത്തിനൊന്ന് കമന്റ് ഇടുക. ആരും മർക്കട മുഷ്ടി പിടിക്കാതിരിക്കുക. കല്യാണം നടക്കട്ടെ. റിക്വയർമെന്റ്സ് വെച്ച് നമ്മൾ നോക്കും, പക്ഷെ ഇപ്പൊ എല്ലാം ഒരുപോലെ ആവത്തില്ലല്ലോ. അപ്പൊ നമ്മള് ചിലത് ഒരെണ്ണം വിട്ടിട്ട് ബാക്കി 3 നോക്കിയാണെങ്കിൽ അയക്കും. പക്ഷെ അപ്പൊ അവരുടെ മറുപടി ഇച്ചിരി ഞങ്ങൾ പറഞ്ഞ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ആളെ തന്നെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. ഒരു അമ്മ പ്രസവിക്കുന്നത് പോലും അച്ഛൻ്റെ അമ്മയുടെ ലുക്കേ ആയിരിക്കത്തില്ല, ചിലപ്പോൾ സ്വഭാവം ആയിരിക്കത്തില്ല. ഇപ്പം 5 എണ്ണം ഉണ്ടെങ്കിൽ 5 സൈസ് ആയിരിക്കും. അങ്ങനെ അച്ചിലിട്ട് വാർത്ത് വെച്ച ഒരു ആളുകളെ ഇവിടെ കിട്ടത്തില്ല. ഇപ്പം ഞാൻ ഇത്രയും 10,000 പേരോളം എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ നിലവിലുണ്ട്. കുറേ പേരൊക്കെ പോയി. കുറേ പേര് ഉള്ളതിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് ചേരുന്ന ഒരാളെ കറക്റ്റ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാം തികഞ്ഞ് ഒരാൾക്കും ഇവിടെ സൂട്ടാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തേ വരും. എല്ലാവർക്കും യൂറോപ്യൻ കൺട്രീസ് തന്നെയുള്ള പയ്യന്മാരെ വേണം, അല്ലെങ്കിൽ ഗേൾസ്. ചിലർ ഇങ്ങോട്ട് പറഞ്ഞാൽ BSc നേഴ്സിന് തന്നെ തപ്പിത്തറ. ഇവിടെ എവിടെ ഇരിക്കുന്ന സഹോദരി BSc നേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അത് നേഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോഴേ സെറ്റാക്കി വെക്കുമോ കല്യാണങ്ങൾ. അതുകൊണ്ട് ഇവിടെ വരുന്നില്ല, അപൂർവം ചിലതൊക്കെ വരുന്നുള്ളൂ. അതിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ള പാവങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അവർക്ക് ചെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ എല്ലാം പറഞ്ഞ് ആശ കൊടുത്തതിന് ശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ വീട് പരിസരം അവർ ചെറിയ രീതിയിൽ അവർ ലോൺ എടുത്തൊക്കെയാണ് പഠിച്ചത്. സാമ്പത്തികമുള്ള വീട്ടിലെ പയ്യന്മാരാണ് നേഴ്സിനെ തിരക്കി പോകുന്നതും, മനസ്സിലായി. എന്നിട്ട് ഈ നേഴ്സെന്ന് പറഞ്ഞാൽ ഒരു കറവപ്പശുവായിട്ട് ഇവർ കരുതിയിരിക്കുന്നത്. എക്കാലത്തും ചിലവിന് കൊടുക്കണ്ടല്ലോ, ഇങ്ങോട്ട് ചിലവിന് തന്നുകൊണ്ടിരിക്കും അല്ലേ. ഈ മനോഭാവവും കളയുക. അമ്മമാരാണേ ഇതിനകത്ത് കൂടുതൽ, ആൺപിള്ളേരല്ല, അമ്മമാരാണ് ഇത് ഈ കാര്യവും പറഞ്ഞു വരുന്നത്, അമ്മയും അച്ഛനും ഒക്കെ. ചിലവര് ലുക്ക് കണ്ട് വേണ്ടെന്ന് പറയാം, പക്ഷെ അവരെ നമ്മുടെ കൈ വന്ന് ചിലരുടെ ലുക്ക് കണ്ടിട്ട് ചിലരുടെ ആണുങ്ങളെ കൂടുതലും ഒരുങ്ങാത്തവരാണ് ആണുങ്ങൾ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഈ ആണുങ്ങൾ എല്ലാവർക്കും നമ്മളെപ്പോലെ ഇങ്ങനെ ഒരുങ്ങണമെന്നുള്ള മനോഭാവം ഉള്ളവരായിരിക്കത്തില്ല. അവരെ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഒരുക്കി നല്ല വസ്ത്രധാരണവും നല്ല രീതികളിലൊക്കെ മാറ്റാൻ പറ്റും. ആണുങ്ങളെല്ലാം ആൺപിള്ളേർക്കൊന്നും ഒരുങ്ങാനൊന്നും അറിയത്തില്ല. അവർ താടിയും വെച്ച് ആവശ്യമില്ലാത്ത പിന്നെ കുറെ അവിടെ ഇവിടെയൊക്കെ വളർത്തി 30 വയസ്സുള്ള പയ്യൻ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ഷർട്ടും നല്ല പാൻറ്റൊക്കെ ഇട്ട് ആരെങ്കിലും നല്ല ഒരു ഒരുങ്ങുന്നവരോട് കൂട്ടുകൂടിയിട്ട് അവരോട് പറയാം നല്ല എന്ത് ഡ്രസ്സ് ഇടണമെന്ന്. ദൈവമേ, 30 വയസ്സുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായ പയ്യൻ ഒരു എടുത്താ പോങ്ങാത്തൊരു അലമാരിയും വെച്ച് ഒരു 1960 പാൻറ്റ് ഷർട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നു. അവനെ കണ്ട 55 വയസ്സ് പറയും. അയ്യോ, 30 വയസ്സാണ്. അന്തം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ മാറ്റാൻ പറഞ്ഞപ്പോൾ അവൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വിടുക്കാൻ നല്ല ഡിനൻ ഷർട്ടൊക്കെ ഉള്ള അടിപൊളിയായിട്ട് വന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് കൊടുത്തിട്ട് ഒരുത്തിട്ട് അപ്പം ഒരു അനക്കം വെച്ച്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഒരുങ്ങാൻ അറിയത്തില്ല. ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം എല്ലാമായിരിക്കും, പക്ഷേ നല്ല സ്വഭാവമായിരിക്കും. ഗ്ലാമർ വെച്ച് ആരെയും വിലയിരുത്തില്ല. ആരും നല്ല വസ്ത്രധാരണവും അല്പം ഒരുങ്ങിയൊക്കെ വരുമ്പം അവർക്കൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ടാകും. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നമുക്ക് അനുയോജ്യമായി നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരുക്കി കൊണ്ടുവരണം. അല്ലാതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പാവപ്പെട്ട പെൺകുട്ടികളാണേലും ഇനി ഉള്ളവരാണേലും വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കൂടപ്പിറപ്പുങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ സജസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറേ മാച്ച് കൊടുക്കാനൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് ചേരുന്ന ആൺകുട്ടികളും കാണും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളും കാണും. ഞാൻ കൃത്യമായി ഒരു നോക്കിയിട്ട് തന്നെ കൊടുക്കത്തുള്ളൂ. ചിലർക്കൊന്നും കൊടുക്കാഞ്ഞിട്ട് അവരെ ആഗ്രഹിക്കുന്ന തരത്തുള്ള എനിക്ക് കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഞാൻ സൈലൻ്റായിട്ട് വെക്കുന്നത്, മനസ്സിലായേ. അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ. ചോറുണ്ണാൻ പോവാം.